ഇസ്രായേലിന്റെ ദോഹ ആക്രമണത്തോടുകൂടി പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യം മറ്റൊരു ദിശയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇസ്രായേലിനെതിരെ അറബ് കൂട്ടായ്മയുടെ യോഗം നടക്കുന്നതിനിടെ ഇസ്രായേലിൽ ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഹൂതികൾ. കഴിഞ്ഞ രാത്രി ഇസ്രായേലിലെ ടെൽ-അവീവിൽ തീമഴ പെയ്യുകയായിരുന്നു ഹൂതികൾ. ദോഹ ആക്രമണത്തിന് പ്രതികാരമായാണ് ഹൂതികൾ വൻ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്ത് മാരക സ്ഫോടക ശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകളാണ് ഹൂതികൾ പ്രയോഗിച്ചിരിക്കുന്നത്. ഹൂതികളുടെ ബോംബുകൾ ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞതായി പിന്നാലെ ഇസ്രായേൽ സേന അവകാശപ്പെടുകയും ചെയ്തു. ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി ഹൂതി വക്താവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ അറബ് രാജ്യങ്ങളിൽ മാരക സ്ഫോടക ശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഉള്ളത് ഇറാന്റെ പക്കലാണ്. ഇറാനാണ് ഹൂതികൾക്ക് ക്ലസ്റ്റർ ബോംബുകൾ നൽകിയത് എന്നാണ് സൂചന. മിസൈലുകളിൽ പോർമുനയായി വെക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒരെണ്ണമായും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ നൂറുകണക്കിന് ചെറുബോംബുകളായും പൊട്ടിത്തെറിക്കും. ഇത്തരത്തിൽ ചെറുതെറിക്കുന്ന ബോംബുകൾ ആക്രമണത്തിന്റെ നാശനഷ്ടങ്ങളുടെ തീവ്രത പലമടങ്ങ് വർദ്ധിപ്പിക്കും. അതിനിടെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ആക്രമണത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ഫലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ വിമതസംഘം ഉപയോഗിച്ചത്. മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ടെൽ-അവീവ് ഉൾപ്പെടെയുള്ള മധ്യ ഇസ്രായേലിൽ അപായ സൈറണുകൾ മുഴങ്ങി. അതേസമയം ഇസ്രായേലിനെതിരായ ഓപ്പറേഷനിൽ വിജയിച്ചുവെന്നും ദശലക്ഷക്കണക്കിന് വരുന്ന സൈനിസ്റ്റുകളുടെ അഭയകേന്ദ്രങ്ങളിലേക്ക് ഓടിക്കാൻ സാധിച്ചെന്നും ഹൂതികൾ അവകാശപ്പെട്ടു. കനത്ത നാശനഷ്ടമാണ് ഇസ്രായേലിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. ഗസയിൽ വംശഹത്യ പട്ടിണി ആയുധമാക്കിക്കൊണ്ടുള്ള യുദ്ധം, യമനെതിരായ ആക്രമണം, ദോഹ ആക്രമണം എന്നിവയിലേക്കുള്ള പ്രതികാര നടപടിയാണ് നടപ്പാക്കിയതെന്നും ഹൂതികൾ വ്യക്തമാക്കി. ഇസ്രായേൽ ഗാസയ്ക്കും ഫലസ്തീൻ ജനതയ്ക്കും എതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ ഈ ഐക്യദാർഢ്യം തുടരുമെന്നും ഹൂതി വിമതസംഘം അറിയിച്ചു. കഴിഞ്ഞ ദിവസം യമനിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 46 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. ഹൂതികളുടെ സൈനിക പബ്ലിക് റിലേഷൻസ് ആസ്ഥാനം ഉൾപ്പെടെയാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ഓഗസ്റ്റിൽ യമന്റെ തലസ്ഥാനമായ സനായ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഹൂതികൾ നയിക്കുന്ന സർക്കാരിന്റെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ അർബാബിയും മറ്റ് മന്ത്രിമാരും കൊല്ലപ്പെട്ടിരുന്നു. ഹൂതി സർക്കാരിലെ പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അദീഫി, സേനാധിപതിയായ ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദുൽ കരീം ഉൾപ്പെടെ നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. അതിനിടെ ഹൂതികൾക്കെതിരായ US ഉപരോധം ഏർപ്പെടുത്തി. ഹൂതികളുമായി ബന്ധമുള്ള 32 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 4 കപ്പലുകൾക്കുമെതിരെയാണ് USന്റെ ഉപരോധം. ഇതിനിടെ ഗസ സിറ്റിയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. കൂടുതൽ കെട്ടിടങ്ങൾ തകർത്തും ആയിരങ്ങളെ പുറന്തള്ളിയും ഇസ്രായേൽ ക്രൂരത തുടരുകയാണ്. ഇന്നലെ മാത്രം 53 പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. കരയുദ്ധം ആരംഭിക്കുന്നതോടെ ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്ന വിലയിരുത്തലിലാണ് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം. അതേസമയം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേലിലെത്തി. കൊടും ക്രൂരത തുടരുന്ന ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഞായറാഴ്ച പകൽ മാത്രമാണ് 53 പേർ കൊല്ലപ്പെട്ടത്. ഗസ സിറ്റിയിലാണ് ഏറ്റവും ഭീതിതമായ ആക്രമണം തുടരുന്നത്. ഇവിടെ നിരവധി കെട്ടിടങ്ങൾ തകർക്കുന്ന നടപടിയിലാണ് ഇസ്രായേൽ. ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ 16 താമസ കേന്ദ്രങ്ങളാണ് ഇന്നലെ മാത്രം ബോംബിട്ട് തകർത്തത്. ലക്ഷങ്ങൾ ഇപ്പോഴും തിങ്ങിക്കഴിയുന്ന മവാസിയിലേക്കുള്ള ഫലസ്തീനികളുടെ കൂട്ടപലായനം തുടരുകയാണ്. ഇസ്രായേലിന്റെ ഗസ പദ്ധതി ചർച്ച ചെയ്യാൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ടെൽ-അവീവിൽ എത്തി. ഇന്നലെ പ്രധാനമന്ത്രി നെതന്യാഹുവിനൊപ്പം ജെറുസലേമിലെ വെസ്റ്റേൺ മതിലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിലും മാർക്കോ റൂബിയോ സംബന്ധിച്ചു. ഗസ സിറ്റിയിൽ കരയാക്രമണം ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ ഇന്നലെ ചർച്ച ചെയ്തു. ആക്രമണം ചിലപ്പോൾ കൂടുതൽ ദിവസങ്ങൾ നീണ്ടുനിന്നേക്കാമെന്നും ബന്ദികളുടെ ജീവൻ അപകടത്തിലാകുമെന്നും യോഗം വിലയിരുത്തിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ഭീകരത തുടരുകയാണ്. ഫലസ്തീനി ഓസ്കാർ ജേതാവായ ബാസിൽ അദ്രയുടെ വീട്ടിൽ ഇസ്രായേൽ സേന റെയ്ഡ് നടത്തി. അതിനിടെ ഖത്തറിൽ നടന്ന ആക്രമണത്തോടെ ഇസ്രായേലുമായി സൗഹൃദത്തിലുള്ള അറബ് രാജ്യങ്ങൾ നിലപാട് കടുപ്പിച്ചത് ഇസ്രായേലിന് വൻ തിരിച്ചടിയായിട്ടുണ്ട്. ഏതാനും അറബ് രാജ്യങ്ങളുമായി രൂപപ്പെടുത്തിയ പാലം തകരാതെ നോക്കാമെന്ന് പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. ഇന്റർനാഷണൽ ഡെസ്ക്, ദി ട്രൂ ഐ.